ഹൈ ഡെഡ്ലോസ് നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ബാറ്ററി മാറ്റണം. 2 മാസമായി ബൈക്ക് എടുത്തിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ പഴയ ബാറ്ററി എടുത്തിട്ട് നമ്മൾ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ബാറ്ററി പോയതാണെന്ന്. അങ്ങനെ പുതിയ എക്സൈറ്റിൻ്റെ ബാറ്ററിയാണ് മേടിച്ചത്. ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് വണ്ടി ഒന്ന് വാഷിങ്ങിനൊക്കെ ഇടണം. വണ്ടി ഭയങ്കര കോലം കെട്ട് കിടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ ഹണി കുറച്ചപ്പോൾ ആളൊന്ന് ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ആളെന്തായാലും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല നൈസാണ്. ഹണി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹരമാണ്. ആൾ അവിടെ ഓടി ചാടി നടന്ന് കളിച്ചോളൂ. നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ആൾ. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സീറ്റും അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. ബാറ്ററി എക്സെഡിൻ്റെ ആണ്. നല്ല കിഡു ബാറ്ററിയാണ്. അപ്പോൾ ടൂളൊക്കെ ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു സ്ക്രൂ ഡ്രൈവർ മിസ്സിങ് ആയിരുന്നു. പക്ഷേ അത് ഞാൻ ഒപ്പിച്ച് നമ്മളെ താറിലുള്ള സ്ക്രൂ ഡ്രൈവർ എടുത്ത് അത് സെറ്റാക്കി. പിന്നെ പെട്ടെന്ന് തന്നെ സീറ്റ് കവർ സെറ്റ് ചെയ്ത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒക്കെ ചെയ്യണത്. കണ്ടോ, വള്ളി 2 മാസത്തിൽ വളർന്ന് പിടിച്ചാണ്. വണ്ടീൻ്റെ ഉള്ളിൽ ഫുള്ള് പടർന്ന് പിടിച്ചിട്ടുണ്ട് ഇതേപോലെ വള്ളിച്ചെടികളൊക്കെ. ഫൈനലി നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നല്ല കച്ചറെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പോയിട്ട് വാഷിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കീ എടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈമിങ്ങും എല്ലാതും റീസെറ്റ് ചെയ്യേണ്ടി വരും. വണ്ടീൻ്റെ കോലം കണ്ടോ, ഫുള്ള് പൊടി പിടിച്ച് ആകെ അലമ്പായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫുള്ള് കുട്ടപ്പനാക്കി എടുക്കണം. വണ്ടി ഓണായി പക്കയായിട്ട്. പക്ഷേ ഷെൽഫ് നമ്മളൊരു 3-4 പ്രാവശ്യം അടിച്ചിട്ടാണ് അത് സ്റ്റാർട്ടായിട്ട് വന്നത്. ഒരു മിസ്സിങ് പോലെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് നമ്മളിത് അവിടെ കൊണ്ടുവച്ചിട്ട് അത് സെൽഫ് അടിച്ച് കുറച്ചും കൂടി സ്റ്റാർട്ടിങ്ങിൽ റണ്ണാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടോ, ചെടി കണ്ടോ. ബൈക്ക് എന്തായാലും പക്കയായിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് സൗണ്ടാണ്. ഡൊമിനാറിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹണി ഭയങ്കര ആക്ടിവിറ്റിയിലാട്ടോ. ആൾ കണ്ടില്ലേ, ഫുള്ള് സെറ്റ്. ഇനി ആളെ കൂട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ബൈക്ക് എടുത്ത് വാഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 മാസം തന്നെ ആയി ഈ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഫുള്ള് മാറോലും പൊടിയൊക്കെ തട്ടി ക്ലീനാക്കി നമ്മൾ നേരെ വാഷിങ്ങിൽ കൊണ്ടുപോകണം. വാഷിങ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റോഡാണിത്. നേരെ ഒരു സബ് റോഡ്. ഇത് മഴയാണ്ട് ഫുള്ള് വെള്ളം കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവിടെയും കുറച്ചൊരു ചളിവിളിയുണ്ട്. അത് കഴിഞ്ഞ് റോഡ് സെറ്റായി കഴിഞ്ഞാൽ അതും കൂടി ഓക്കെ ആവും. ഇതൊരു മെയിൻ റോഡാണ്. ഇവിടെ നിന്ന് നേരെ വിട്ട് ഇതാണ് നമ്മളെ സിറ്റി വരുന്നത് കേട്ടോ. ഹോം സൈഡ് സിറ്റി വരുന്നത് നൈസാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഒറ്റൊരു സ്ട്രെയിറ്റ് റോഡാണ്. അത്യാവശ്യം നല്ല പിടുത്തം പിടിക്കുക. ഇതാ നൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാഷിങ്ങിന് നോർമലി ഇടൽ. ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. ഉള്ളിൽ കയറിയപ്പോൾ വേറെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ വണ്ടിയും ആ വണ്ടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ കുറച്ച് ഫണ്ട് അക്കൗണ്ടിൽ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ എന്തായാലും ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വണ്ടി എടുത്തു. ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളെ താന്നൂരെന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ ഒറ്റ റൈഡാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഓവർ വെയിലും ഇല്ല. നല്ല റൈഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. അവിടെ നിന്ന് കുറച്ചുള്ളൂ. ഈ റോഡ് കുറച്ച് അലമ്പാണ്. കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ്. ഫൈനലി നമ്മൾ റൈഡ് ചെയ്ത് ബാങ്കിലെത്താനായി. ഡെപ്പോസിറ്റ് മെഷീൻ വർക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. SBIൻ്റെ ആണ്. വണ്ടി എന്തായാലും ഉള്ളിൽ കയറ്റി വയ്ക്കുക, അതാണ് സേഫ്. ഇനി നമുക്ക് നേരെ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അക്കൗണ്ട് നമ്പർ കാർഡ് മിസ്സായി പോയതാണ്. അപ്പോൾ കാർഡ്ലെസ് അക്കൗണ്ട് നമ്പർ ഫോൺ നമ്പർ അടിച്ചിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. ഫുള്ള് ലോഡായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഫണ്ട് കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ ഫണ്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഫുൾ വർക്ക് തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ റിട്ടേൺ വാഷ് ചെയ്യാൻ തന്നെ പോവാം. നേരെ നമുക്ക് വാഷ് ചെയ്യാനാണ് പോകേണ്ടത്. അവിടെ എത്തിയപ്പോൾ ഫുള്ള് ഫ്രീ ആയിരുന്നു. നമ്മൾ ഫുൾ വാഷ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യണം. ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളിവിടെ ഒരു കാവുണ്ട്. കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂളായിട്ടുള്ളൊരു സ്പോട്ടാണ്, അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ 500-നാണ് നമ്മൾ ഫില്ല് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഓടാനൊന്നുമില്ല. അപ്പോൾ നൈസായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ്
അടിപൊളി റോഡാണ് കേട്ടോ, രക്ഷയില്ലാത്ത റോഡ്. നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്, അത് നേരെ പോകുന്നത് തിരൂരിലേക്കാണ്. ഇതും തിരൂരിലേക്കാണ്, പക്ഷേ ഇതൊരു ഷോർട്ട് കട്ടാണ്, കുറച്ച് ഒരു വില്ലേജ് ടച്ചുള്ളൊരു സ്ഥലമാണ്. നമ്മളിനിപ്പോൾ പോകാൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളിയാണ്. പോണ പോക്കിൽ കുട്ടികൾ കൈ കാട്ടിട്ടോ, പക്ഷേ നമ്മൾ ഇവിടെ അടുത്തല്ല, അവർ കുറച്ച് ദൂരത്തേക്കുള്ള ആളുകളാണ്. ഇനി നമുക്ക് നേരെ പോകാനുള്ള സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസാണ്. ഒരു കാം ആൻഡ് കൂളായിട്ടുള്ളൊരു ടെമ്പിളാണ്, പഴയ ടെമ്പിളാണ്. അത് നമ്മളെ തറവാട്ട് ടെമ്പിൾ തന്നെയാണ്, നൈസാണ്, ഒരു രക്ഷയില്ല. അവിടെ കുറച്ച് നേരം പോയിരുന്നു കഴിഞ്ഞാൽ തന്നെ മൈൻഡൊക്കെ കൂളാവും. അത്രയും എന്താ പറയുക, തണലായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഈ ആൽമരം ഉണ്ട് അവിടെ, കുറേ പഴക്കമുള്ള ആൽമരം ഉണ്ട്. നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. റോഡ് കുറച്ച് സീനാണ്, അത് നമ്മളെ വീട്ടിലേക്ക് പോണ വഴി തന്നെയാണ്. ഇത്രയും ഏരിയ കുറച്ച് സീനാണ്. ഇവിടുന്ന് അങ്ങോട്ട്, നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ടേക്കുള്ള റോഡ് നല്ല അടിപൊളി റോഡാണ്. അത് അമ്പലത്തിൻ്റെ സ്ഥലമാണ്, അപ്പോൾ കുറച്ച് സീനാണ് അവിടെ. റോഡൊക്കെ കുറച്ച് കട്ട പൊളിഞ്ഞ് അടുക്കിയ റോഡുകളാണ്. ഈ റോഡിൽ നിന്ന് ഈ കാറ് വരുന്ന അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളെ വീട്. പക്ഷെ നമ്മൾ വീട്ടിലേക്കല്ല പോണത്, നമ്മൾ നേരെ സ്ട്രെയിറ്റാണ് പോകുന്നത്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് തോട് പോലെ ഉണ്ടാവുക. ഇപ്പം തന്നെ കണ്ടില്ല വെള്ളം നിൽക്കുന്നത്, സീനാണ്. കാറിനൊക്കെ കുറച്ച് സീനാണ് വെള്ളം വന്നു കഴിഞ്ഞാൽ. താറ് ബെറ്റർ ഓപ്ഷനാണ് നമ്മളെ ഈ റോഡിലേക്ക്. ഇനി പോകാനുള്ള സ്ഥലം ഏതാനും നിമിഷങ്ങൾ കൊണ്ടെത്തും. കൂടി ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും ആളുകളൊക്കെ എപ്പോഴാണ് എങ്ങോട്ടേക്കാണ് വരാമെന്ന് പറയാൻ പറ്റാത്തൊരു പ്ലേസാണ്. പിന്നെ റൈഡേഴ്സിന് വലിയ സപ്പോർട്ടില്ലാത്ത ആളുകളുമാണ് ഇവിടെ. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നതും സ്പീഡ് പോകണമെന്നൊന്നും പറ്റില്ല ആളുകൾക്ക്. അങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ട് ഇവിടെ. ഫൈനലി നമ്മളെ ടെമ്പിളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. റോഡ് കണ്ടില്ലേ, റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട് എന്ന് പറയാം. ഇതതിന് മെയിൻ റോഡൊന്നുമില്ല കേട്ടോ, ഇത് അങ്ങോട്ടേക്കുള്ള ഒരു പാടം എന്ന് പറയാൻ പറ്റില്ല, പറമ്പാണ്. അത് പാടം പോലെ ആയതാണ്. ഫൈനലി നമ്മളിത് ആ സ്പോട്ടിലേക്ക് ഇപ്പോൾ എത്തും, ഒരു സെക്കൻഡുകൾ കൊണ്ടെത്തും. ഇതാണ് സ്ഥലം. ഇതെല്ലാം ആ റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് പന്തലിട്ട പോലെ കിടക്കുന്ന കണ്ടില്ലേ, പച്ചപ്പന്തൽ, നമ്മളെ ആലിൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നൈസ് വ്യൂ ആണ്, അടിപൊളിയാണ്. ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ഈ അമ്പലം കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. വീട്ടിലേക്ക് ഞാൻ കയറുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് കൂളായിട്ട് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ്നെസ് ആയതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകണം. അപ്പോൾ നേരെ ഹൈവേ വഴിയാണ് പിടിച്ചത്. റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ റൈഡ് ചെയ്യാൻ വേറൊരു വൈബാണ്. ഹൈവേ കൂടി ബൈക്ക് സ്വീറ്റ് സ്പീഡിലാണ് നമ്മൾ പോണത്.